ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബാച്ചലർ റെസിപ്പി, ഒരു നേരത്തേനാവും. ഹലോ, ഇന്ന് ചിക്കൻ ലിവറിൽ നമ്മൾ കുരുമുളക് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ആവശ്യമായ സാധനങ്ങൾ, ഫസ്റ്റ് നമുക്ക് ചിക്കൻ്റെ ലിവർ തന്നെയാണ് വേണ്ടത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കുക. നമുക്ക് ആവശ്യമായത് സവാള അരമുറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയും ആവശ്യമാണ്. അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ കൂടി നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഈ കറിച്ചട്ടിയിലാണ് ഇത് പാകം ചെയ്യാൻ പോകുന്നത്. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം ഇടുക. ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇതിൽ ആഡ് ചെയ്യുക. കുറച്ച് വെള്ളം ചേർക്കുക. അടച്ച് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇത് ഇവിടെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഈ മസാലപ്പൊടി ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ലിവർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇത് നമുക്ക് വേവിച്ച് എടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അടച്ചു വയ്ക്കാം. ഇതിവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കുക. വെള്ളത്തിൻ്റെ അളവ് സമയത്ത് നമുക്ക് നോക്കാവുന്നതാണ്. ഉപ്പ് പാകത്തിനുണ്ട്. ഇത് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. ചിക്കൻ്റെ ലിവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേവിൻ്റെ ആവശ്യവും വരുന്നില്ല. ഇത് വെന്ത് വരട്ടെ. ഏകദേശം ഇവിടെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കറി മസാലയും ചേർത്ത് കൊടുക്കാം. കറി മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ ഡ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കാം. നല്ലപോലെ ഒന്നുകൂടി മസാല പിടിച്ച് വരട്ടെ. അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ലിവർ കുരുമുളക് ഇട്ട് വേവിച്ചത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ലപോലെ ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബാച്ചലർ റെസിപ്പി ആണെന്ന് കൂടി നമുക്ക് പറയാം. കാരണം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ചേ ഉള്ളൂ എങ്കിലും നമുക്കിത് ഒരു നേരത്തേനാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.